Konnichiwa minasan, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസിന്റെ ചാപ്റ്ററുള്ള 1163 മലയാളം മാംഗ എക്സ്പ്ലനേഷൻ ആണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് സ്പെഷ്യലായിട്ട് ഒരാൾക്ക് താങ്ക്സ് പറയാനുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ സൽമാൻ ബ്രോ ആണ്. പുള്ളിക്കാരൻ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണും, അതേപോലെ സ്ഥിരമായിട്ട് നമുക്ക് സൂപ്പർ താങ്ക്സ് ചെയ്യാറുണ്ട്. സൽമാൻ ബ്രോ, റിയലി താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് കേട്ടോ. ഇനി നിങ്ങൾ ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കാര്യം എല്ലാ വീക്കിലും നമ്മൾ ഇതുപോലത്തെ വൺ പീസിന്റെ വീഡിയോസ് ഒക്കെ ഇടുന്നതാണ്. അത് മാത്രമല്ല കുറേ പേര് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും താഴത്തെ ഒരു ഹൈ ബട്ടൺ അമർത്താനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്ററിന്റെ കവർ പേജിനകത്ത് നമുക്ക് നമ്മുടെ ലൂഫിനെ കുറച്ചധികം മങ്കീസിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടെ പാർക്കർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഈ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് തന്നെ പ്രോമിസ് എന്നാണ്. സോ ഈ ചാപ്റ്റർ ഒഫീഷ്യലി തുറക്കുന്ന നേരത്ത് നമുക്ക് നമ്മുടെ ഇമുവിനെ കാണാം. ഇമുവോട്ടെ സാറ്റിനെ കംപ്ലീറ്റ്ലി പൊസസ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ബാക്കിയുള്ള മറീൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, സെൻ സാറ്റൻ താങ്കൾക്ക് ഇത് എന്ത് പറ്റി, താങ്കളൊരു യൂസറാണോ? പക്ഷേ ആ സമയത്ത് തന്നെ ഇമു പറയുന്നുണ്ട്, മുന്നിൽ നിന്ന് മാറുന്നു പറഞ്ഞിട്ട് തൻ്റെ കൈ മുകളിലേക്ക് പൊക്കും. എന്നിട്ട് ആ കയ്യിൽ നിന്ന് തന്നെ കുറച്ചധികം വേറെ കൈസൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെല്ലാം അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, മറൈൻസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന പൈലറ്റ്സ് ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം മറൈൻസിനെ വരെ അവരുടെ സ്വന്തം ടീം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരെല്ലാവരും അവരുടെ ജീവനം കൊണ്ട് ഓടുന്നുണ്ട്. ആ ഒരു തിങ്ങി ആരുടെ സൈഡില്ല രക്ഷപ്പെട്ടൊന്നും പറഞ്ഞുകൊണ്ട് മറൈൻസും പൈലറ്റ്സും എല്ലാവരും ഒരേപോലെ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നുണ്ട് ഞങ്ങൾ അറ്റാക്ക് ചെയ്യില്ലെന്നൊക്കെ. ഈ സമയത്ത് തന്നെ റോജറിന്റെ കൂടെയുള്ളവരൊക്കെ താഴെ വീണ് നടക്കുമായിരുന്നു. അവൻ പറയുന്നുണ്ട് ഇടന്ന് മര്യാദക്ക് എഴുന്നേക്കാൻ നോക്ക്. പക്ഷെ അവന്മാരെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. ഈ സമയത്ത് തന്നെ അവൻ ഇവരെല്ലാവരും ഗബാന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട്. ഗബാൻ ഇവന്മാരെല്ലാവരും നോക്കിയാണ്, എന്നിട്ട് കിട്ടിയ ട്രഷറൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടുന്ന് പൊക്കോളാനും പറയും. ഈ സമയത്ത് തന്നെ ഗബാൻ പറയുന്നുണ്ട് റോജറിന്റെ എടാ മര്യാദയൊക്കെ നിൽക്കണം, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തലയിടലെന്ന്. ഈ ടൈമിൽ തന്നെ നമ്മുടെ ഗാർപ്പാട്ടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അതാരാണ്, മോൺസ്റ്റർ ആരാണ്, എന്തിനാണ് നിങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യണമെന്ന് ചോദിച്ചോട്ട് അവൻ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്തതാണ് സാർ, ഞാൻ അറിഞ്ഞുവിടാൻ അവൻ എന്താണ് സംഭവിച്ചത്. കോപ്പ് അതാണല്ലേ ഒരു എൽഡർ, ഞാൻ ആദ്യമായിട്ടാണ് ആ നാറുകളെ കാണുന്നത്, ഞാൻ കണ്ട പോലെ തന്നെ ഉണ്ട് ആ നാറുകൾ. ഈ സമയത്ത് തന്നെ ബാക്കിയുള്ള മറൻസ് പറയുന്നുണ്ട് വൈസാർബൽ ഗാർപ്പ് അങ്ങനെയൊന്നും പറയില്ല, ഉച്ചകുറിച്ച് പറയുന്നു പറയുന്നത്. ഈ ടൈമിൽ തന്നെ നമ്മുടെ ഇമു ആട്ടെ റോക്സിന് തൊട്ട് ഫ്രണ്ടിൽ പോയി നിൽക്കുവാണ്. പക്ഷെ ആ ടൈമിൽ തന്നെ റോക്സ് പറയുന്നുണ്ട്, സോ എലികളുടെ രാജാവ് പുറത്തേക്ക് വന്നില്ലേ, എന്താടാ നീ എന്നെ കൊല്ലാൻ വന്നതാണോ? ആ ടൈമിൽ തന്നെ ഇമു പറയുന്നുണ്ട്, അപ്പോൾ നീ ആയിരുന്നല്ലേ ഡേവി ജോൺസ്? ആ സമയത്തിന് റോക്സ് പറയുകയും ചെയ്യും, ഇല്ല നിനക്ക് തെറ്റി, അയാൾ ഞാനല്ല, പക്ഷേ ആ കൊടുത്ത വാക്ക് ഞാൻ ഉറപ്പായിട്ടും നിറവേറും. പിന്നെ ആ ഒരു വാക്കുള്ളത് കൊണ്ട് മാത്രമാണ് നിന്നെ ഈ ഭൂമിയുടെ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ ഞാൻ തുടച്ചു മാറ്റാൻ പോകുന്നത്. എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ റോക്സിനെ അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകും. ആ സമയത്ത് തന്നെ പറയുന്നുണ്ട് മൂവിൻ്റെ ഈ ലോകം കംപ്ലീറ്റ് ആകാൻ പോകുന്നതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഈ ലോകം നിന്റേതല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ബാക്കിയുള്ള മറീൻസ് ഒക്കെ പറയുന്നുണ്ട് ആ നായ റോക്സ് ഇപ്പോൾ സെയിന്റ് സാറ്റനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിയർ അഡ്മിറൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, അവനെ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട. പക്ഷെ ആ ടൈമിൽ നമ്മുടെ ഗാർബ പറയുന്നുണ്ട് ഓഫ് കോഴ്സ് നമ്മൾ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മാറുക, മുന്നിൽ നിന്ന് മാറുന്നു പറഞ്ഞിട്ട് അവൻ നേരെ മുന്നിലേക്ക് നടക്കും. ആ സമയത്ത് തന്നെ ഗാർപ്പിനോട് എല്ലാവരും പറയുന്നുണ്ട് ഗാർപ്പ് ഒന്ന് വെയിറ്റ് ചെയ്യ്, നമ്മളിപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പാടില്ലെന്ന്. പക്ഷേ ഗാർപ്പാട്ടെ അതൊന്നും കേൾക്കത്തുമില്ല. മറ്റൊരു സൈഡിലാട്ടെ ഈ പൈലറ്റ്സ് ഒക്കെ ഗോഡ് വാലിയുടെ എല്ലാ ട്രഷേഴ്സൊക്കെ എടുത്തുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ നമുക്ക് നമ്മുടെ ക്യാപ്റ്റൻ ജോണിനെ കാണാൻ സാധിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് എന്തോ മെസ്സാണെന്ന് നോക്കണേ പിള്ളേരെ, നിങ്ങൾക്കെല്ലാം കിട്ടിയോ? ക്യാപ്റ്റൻ ജോൺ എല്ലാം സെറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റോക്സ് പൈലറ്റ്സ് ഇതിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഈ ടൈമിൽ തന്നെ ഒരു സൈഡിൽ കൂടെ നമ്മുടെ ഡ്രാഗൻ ഷാങ്സിനെ പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ടായിരുന്നു. കോപ്പ് ഇവന്മാർ എന്ത് പറയുകയാണ്? ആ ടൈമിലാണ് ഡ്രാഗന് തൊട്ട് ഫ്രണ്ടിൽ ഒരു നേവി ഷിപ്പ് കാണാൻ സാധിച്ചത്. അവിടെയായിട്ട് ഈ പയ്യൻ ഇറക്കാന്നുള്ള മൈൻഡിലാണ് അവൻ മുന്നോട്ട് ഓടിയത്. പക്ഷേ പെട്ടെന്ന് അവൻ മുകളിലേക്ക് പൊങ്ങാൻ തുടങ്ങും. അതെന്താണെന്ന് അവന് മനസ്സിലാകുന്നില്ലായിരുന്നു. അവൻ മാത്രമല്ല ട്രഷേഴ്സും അതേപോലെ തന്നെ ഗബാൻ്റെ കഴിക്കുന്ന വെപ്പൺസും ബാക്കിയുള്ള എല്ലാം മുകളിലേക്ക് പൊങ്ങാൻ തുടങ്ങും. ഈ ടൈമിൽ തന്നെ ക്യാപ്റ്റൻ ജോൺ പറയുന്നുണ്ട് ഞാനൊരു ബിഗ് ഈറ്ററാണ്, എൻ്റെ ട്രഷറെല്ലാം ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം കൂടെ അവരെതിരെ അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ തന്നെ ബാക്കിയുള്ളവർ പറയുന്നുണ്ട് അത് ക്യാപ്റ്റൻ ജോണിൻ്റെ പവറാണ്, ജിക്കി പവറാണ്, അത് ഭയങ്കര സ്ട്രോങ് ആയുള്ള മാഗ്നറ്റ് ഫീൽഡാണ് ഉണ്ടാക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ കിഡിൻ്റെ ഡെവിൽ ഫ്രൂട്ടിലെ അതിൻ്റെ നേരത്തെ യൂസർ എന്ന് പറഞ്ഞത് നമ്മുടെ ക്യാപ്റ്റൻ ജോൺ ആയിരുന്നു. എന്നാൽ റോജർ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കാൻ അവൻ പറഞ്ഞിട്ടുണ്ട് നീയൊക്കെ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല, മുന്നിൽ നിന്ന് മാറാൻ നോക്കിയുണ്ടെന്നാണ് നമ്മുടെ റോജർ പറഞ്ഞത്. ഈ സമയത്ത് തന്നെ ഗംഗൂസ് ഒരു അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് നമ്മുടെ ക്യാപ്റ്റൻ ജോണിൻ്റെ നേരെ അതാട്ടെ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ തന്നെയായിരുന്നു. നമ്മുടെ ഡ്രാഗനും അവിടുന്ന് തെറിച്ച് പോകുന്നുണ്ട്. പക്ഷേ ആ കൊച്ചിനെ അവൻ സേഫായിട്ട് പിടിക്കുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ പെട്ടെന്ന് ഷീക്ക് ഒന്ന് ചോദിക്കുന്നുണ്ട് ഗംഗൂസു നീ എന്തുവാണ് ചെയ്തത്, നീ ജോണിനല്ലേ ഷൂട്ട് ചെയ്തത്, നിനക്ക് തോന്നുന്നുണ്ടോ അവൻ നമ്മുടെ ട്രഷറൊക്കെ സ്പ്ലിറ്റ് ചെയ്യുമെന്ന്? അവൻ അതെല്ലാം എടുത്തുണ്ട് ഓടാൻ പോകുകയാണ്. ഒന്നുമില്ലെങ്കിലും ബില്യൺ വേർത്തുള്ള സംഭവമല്ലേ. ആ ടൈമിൽ തന്നെ നമ്മുടെ ഷീക്ക് പെട്ടെന്ന് അവിടേക്ക് ഓടുന്നുണ്ട്. അത് ബില്യൺ വേർത്താന്ന് കേട്ടതുകൊണ്ട് തന്നെ.
എന്നാൽ ഈ ടൈമിലാട്ടെ നമ്മുടെ ഗാർപ്പും ആ ഒരു ഇമു നിൽക്കുന്ന സൈഡിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാവരും തന്നെ അവനെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട്, പറയുന്നുണ്ട് വൈസ് അഡ്മിറൽ ഗാർപ്പ് ഇപ്പോൾ അവിടേക്ക് പോകില്ലേ, അത് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി ഉള്ള ഒരാളാണ്, നമ്മൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് ഗാർപ്പിനെ പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഗാർപ്പ് മൈൻഡ് പോലും ചെയ്തില്ല. ഈ ടൈമിലാട്ടെ റോക്സും ഇമ്മും കൂടെ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് കായുടെ ഉടയ്ക്കുന്നുണ്ട്, പറയുന്നുണ്ട് റോക്സ് ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. എന്നാൽ പെട്ടെന്നായിരുന്നു ഒരു സൗണ്ട് കേൾക്കുന്നത്, കായിഡോ നായെ ഞാൻ നിന്നെ കൊല്ലൂടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിഗ് മോം അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ നമ്മുടെ കായിഡോ ചോദിക്കുന്നുണ്ട്, എന്താടി നിനക്ക് ജലസിയാണ്? എന്നാൽ ഈ സമയത്ത് തന്നെ ബിഗ് മോം, കായിഡോ, ന്യൂഗേറ്റ്, റോക്സ്, റോജർ, കാർബ് ഇവരെല്ലാവരും അവരുടേതായ നെയിംഡ് അറ്റാക്സ് യൂസ് ചെയ്തുകൊണ്ട് നേരെ ഇമൂനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുവാണ്. ഒന്ന് ആലോചിച്ചൊക്കെ എല്ലാവരുടെയും നെയിംഡ് അറ്റാക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇമൂൻ്റെ ശരീരമായിട്ട് പൊട്ടി പൊളിഞ്ഞു. പക്ഷെ പെട്ടെന്നായിരുന്നു ഇമു ഒരു ഹാക്കി അങ്ങോട്ട് അൺലീഷ് ചെയ്യുന്നത്. അതാവട്ടെ ആ ഒരു ഐലൻഡ് ഫുള്ള് ചെല്ലും. അവിടെയുള്ള മിക്കവരും ബോധം കിട്ടുന്ന നേരെ താഴത്തേക്ക് വീഴുകയും ചെയ്യും. ബോധമുള്ളവർ വിചാരിച്ചത് ഇത് ലോകത്തിന്റെ അവസാനമാണെന്നാണ്. ഈ ടൈമിലാട്ടെ നമ്മുടെ റെയിലാട്ടെ അവളെയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ഡ്രാഗനാണ്. അവൻ പറയുന്നുണ്ട്, കോപ്പ് എനിക്ക് എങ്ങനെ പോയാലും ഈ ബേബീനെ പ്രൊട്ടക്ട് ചെയ്യണമല്ല. പക്ഷെ പെട്ടെന്ന് അവൻ നോക്കിയപ്പോൾ അവൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ ഷാങ്സ് അല്ല, പകരം ഒരു തടി കഷ്ണമാണ്. എന്താണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലായില്ല. ഈ സമയത്ത് തന്നെ ഷാങ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ നിരങ്ങി ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതാട്ടെ ഒരു ട്രഷറായിരുന്നു. ആ ട്രഷർ ബോക്സിൻ്റെ അകത്തേക്ക് അവൻ കയറുവാണ്. ഈ സമയത്ത് തന്നെ ഈ വീണ്ടും മുകളിലേക്ക് പോകും. പക്ഷേ ഇവിടെ ആട്ടെ നമ്മുടെ കായുടെയും ബിഗ് മോം എല്ലാം കൂടെ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഡെയിൽ ഫുഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ഇമു പറയുന്നുണ്ട്, എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദൂരത്ത് ആ ഒരു കാട്ടിൻ്റെ അകത്തൂടെ ഓടുന്ന രണ്ടുപേരെ. എന്നാൽ ഇതേ ടൈമിൽ തന്നെ റോജറും ഗാർപ്പും കൂടെ വഴക്കിടുന്നുണ്ട്, എൻ്റെ അറ്റാക്ക് കാരണമാണ് അത് സംഭവിച്ചത്, എൻ്റെ അറ്റാക്ക് കാരണമാണ് സംഭവിച്ചത്. പക്ഷെ പെട്ടെന്ന് റോക്സ് പറയുന്നുണ്ട്, നായെ നീ അതാണോ പറയുന്നത്? അതെ, ഒരു പുതിയ ഡേവിനെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കൊച്ചും ഒരു തള്ളയും കൂടെ ഈ കാടിൻ്റെ അകത്തൂടെ ഓടുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ലൈഫ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതേപോലുള്ള വെനമസുള്ള ആൾക്കാരൊന്നും ഇവിടെ ജീവനോടെ ഇരിക്കാൻ പാടില്ലെന്ന് പറയുന്നിടത്ത് റോക്സിന് ദേഷ്യം വന്നിട്ട് അവൻ നേരെ ചാടി നമ്മുടെ ഇമൂനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുവാണ്. ഇമൂനെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കളയും. ഈ സമയത്ത് തന്നെ പെട്ടെന്നൊരു സൗണ്ട് കേട്ട് നമ്മുടെ ഗാർപ്പ് മുകളിലേക്ക് നോക്കും. ആ ടൈമിൽ അവൻ കാണുന്നത് ഇമു നമ്മുടെ റോക്സിനെ കുത്തി എയറിൽ നിർത്തിയിരിക്കുന്നതാണ്. എന്നിട്ട് ഇമു പറയുന്നുണ്ട്, മൂവ് എന്തായാലും അവരെ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ആ സമയത്ത് തന്നെ റോക്സും പറയുന്നുണ്ട്, നീ എന്നെ അറ്റാക്ക് ചെയ്തതാണോ? ഇതെനിക്ക് ഇക്കിള് പോലും എടുക്കുന്നില്ലല്ലോ, ബാക്കിയുള്ള കാര്യങ്ങൾ നീ നോക്കിക്കോളൂ. നീയായിരിക്കും നിന്റെ മകനെ ഭാര്യനെ കൊല്ലാൻ പോകുന്നത്. നിനക്ക് തന്നെ വല്ല വട്ടായ ഞാനത് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചെയ്യും. ഡോമി റിവേഴ്സി ആ ഒരു സെക്കൻഡിൽ തന്നെ അതവിടെ സംഭവിച്ചു. നമ്മുടെ റോക്സിൻ്റെ ശരീരം മാറാൻ തുടങ്ങി. അവൻ നേരത്തെ കണ്ട പോലെ ഒരു ഡീമനായി മാറാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെ നമ്മുടെ പുള്ളിക്കാരൻ്റെ വൈഫും അതേപോലെ നമ്മുടെ ടീച്ചർ കൂടെ അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ടായിരുന്നു. സോ ഇനി എന്ത് സംഭവിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കേണ്ടതാണ്. അടുത്ത ആഴ്ച ബ്രേക്കൊന്നുമില്ല. എന്തായാലും റോക്സിൻ്റെ മേത്തും ഇപ്പോൾ ഡോമി റിവേഴ്സി യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് സംഭവിക്കും നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച കാത്തിരുന്ന് കാണാം.